നിങ്ങൾ 3 പേരും പെട്ടു. ഇല്ല ഞങ്ങള് രണ്ടുപേരില്ല, ഇവള് മാത്രമേ ഉള്ളൂ. എന്നെ പെറ്റ കേസല്ലേ? അയ്യോ, അതല്ല. നിങ്ങൾ 3 പേരും പെട്ട് മന്ത്രി മിന്നൽ പരിശോധനയ്ക്ക് വരുന്നുണ്ട്. അമ്മോ, നമ്മള് പറ്റ്. എടി ജോലി പടി, ഇവിടെയൊക്കെ മുറ്റൊക്കെ അടിച്ചു വാരിയിട്ട് നീ പോയി ചായക്ക് വെള്ളം വെക്ക്. ഞാൻ പോട്ടെ പഴംപൊരി മിച്ചറും മേടിച്ചോണ്ട് വരാം. സാർ പോണ്ട, സാർ ഇവിടെ നിന്നാ മതി. എക്സ്ക്യൂസ് മീ സാർ. എന്നെയാണോ? അല്ല തന്നെയല്ല സാർ. എന്നെയോ? എക്സ്ക്യൂസ് മീ സാർ. ഞങ്ങൾ ഇവിടെ സംസാരിച്ച സാർ കേട്ട് കാണുമല്ലോ. ഞാൻ കേട്ടു. ദൈവത്തെ ഓർത്ത് അത് മന്ത്രിയോട് പറഞ്ഞു കൊടുക്കരുത്. ഞങ്ങളുടെ കൂടെ തന്നെ നിക്കണം. നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കണം. എക്സ്ക്യൂസ് മീ സാർ. ഞാൻ നിങ്ങളുടെ കട്ടക്കുണ്ട്. സാറേ. ഓ, അയ്യോ സാറേ, ഇതെന്താ പരിപാടി? പിന്നിൽ പരിശോധന. ഇങ്ങനെ പോയാൽ നടുവിന്നല്ലോ. ചിങ്കാരി മേളക്കാർ ഓടി കിടക്കണ പോലെയാണല്ലോ. ബാ ഓടി വാ. ആരാടോ സ്റ്റേഷൻ മാസ്റ്റർ? ആരാ? എടാ നീ വേണമെങ്കിൽ അയക്കോ. ഞാനകത്തില്ല. നീ വേണമെങ്കിൽ അയക്കോ. എനിക്ക് പറ്റത്തില്ല. നല്ല പോസ്റ്റാ സ്റ്റേഷൻ മാസ്റ്റർ, അയക്കോ. എനിക്ക് കൊല്ലത്തിന് പോണം. ആരാണ് സ്റ്റേഷൻ മാസ്റ്റർ? ഈ സാറാ. ഞാനാ. അറിയാമെങ്കിൽ പിന്നെ നേരത്തെ പറയണ്ട. ഞാനാ. അത് കുളിച്ചില്ല, പനിയാ, ജലദോഷം. ഞാൻ കുളിക്കാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കും. എടോ, ഈ കൺഫർട്ട് സ്റ്റേഷനിലേക്ക് കാലെടുത്ത് കുത്താൻ പറ്റണില്ല. മൊത്തം വൃത്തികേടായിട്ട് കിടക്കല്ലേ. അതെങ്ങനെ സംഭവിക്കും? അതിന്റെ അകത്തൊന്നും ആരും കേറാറില്ല. എല്ലാരും ആ മതിലിന്റെ ചോട്ടി പോയാണ് കീച്ചാറുള്ളത്. ഞാനും എന്ത് അന്തസ്സായിട്ടാണ് പറയണത്. എടോ, അതല്ലേ പറഞ്ഞത്. അതിന്റെ ഉള്ളിൽ ചവരുമൊക്കെ വെറുതെ കുത്തിവരച്ചിട്ടാക്കിയാണ്. അത് ആത്തുവർക്കല്ലേ? അതും പോരാഞ്ഞിട്ട് ലതാന്ന് പേര് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ഫോൺ നമ്പർ എഴുതി വെച്ചാക്കണം. ഞാനും കണ്ടായിരുന്നു. നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരൊക്കെ സേവ് ചെയ്ത് വെച്ചാലും ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് മുതൽ ആ ഫോണിലേക്ക് ആരും കോൾ ചെയ്ത് പോകരുത്. എന്താ അത്? എടോ, ലതയുടെ അടിയിൽ എന്റെ നമ്പറാ എഴുതി വെച്ചാക്കണം. അയ്യോ, സാറിന്റെ നമ്പറാ. ഇപ്പൊ രാത്രിയില്ല പകലില്ലാതെ എനിക്ക് കിടക്കപ്പുറത്തില്ല. ഇന്നലെ രാത്രി 12 മണിക്ക് ഒരുത്തർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയാ, ഈ ബസ് സ്റ്റാൻഡിന്റെ മൂല വരെ ഒന്ന് വരാവോന്ന്. മന്ത്രിയാണെന്ന് പറയാറുന്നില്ലേ? ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അവൻ പറയണ എനിക്ക് ലത തന്നെ വേണമെന്നില്ല, ചന്ദ്രി ആയാലും മതിയെന്ന്. സൈബർ നോക്കിക്കോളും. സൈബർ നോക്കിക്കോളും.